ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്യും, പക്ഷേ മെയിൻസ് ക്ലിയർ ചെയ്യത്തില്ല. ഇതല്ലേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം? മക്കളെ, ഒരു 5 മിനിറ്റ് എനിക്ക് തരാമെങ്കിൽ ഞാൻ ഇതിന്റെ കൃത്യമായിട്ടുള്ള റീസൺ പറഞ്ഞുതരാം, എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യണമെന്നും പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 4 ലക്ഷം പേരാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത്. അതിന്റെ 10% 40,000 പേരാണ് പ്രിലിംസ് പാസ്സാകുക. പക്ഷേ 1% ആളുകൾ മാത്രമേ മെയിൻസ് പരീക്ഷ ക്ലിയർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുകയുള്ളൂ. അതായത് വെറും 1% പേര്, 4000 ആളുകൾ മാത്രമായിരിക്കും മെയിൻസിന്റെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ, പ്രിലിംസ് പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾ പഠിച്ച കുറെ അധികം ടോപ്പിക്കുകൾ മെയിൻസിന് വരുന്നുണ്ട്. എന്നിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുതിയതായി പഠിക്കേണ്ടി വരുന്നുള്ളൂ. എന്നിട്ടും നിങ്ങൾ കോമ്പറ്റീഷനുള്ളിലില്ല, റാങ്ക് ലിസ്റ്റിൽ പോലും ഇടം നേടാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. മക്കളെ, എന്നെ ശ്രദ്ധിച്ച് കേട്ടോടാ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ, റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ ഇത് മാത്രം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളിപ്പോൾ പഠിച്ചു പോകുന്ന ഒരു പാറ്റേൺ എന്തോ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് മെയിൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റാതെ പോകുന്നത്. പ്രിലിംസ് ഒരു ക്വാളിഫയിങ് നേച്ചറുള്ള പരീക്ഷയാണ്. ഒരിക്കലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് ഒരു മാർക്ക് പോലും, പ്രിലിംസിന്റെ ഒരു മാർക്ക് പോലും എന്ത് ചെയ്യത്തില്ല, കൂട്ടത്തില്ല. പ്രിലിംസിന് ജസ്റ്റ് ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് മെയിൻസ് പരീക്ഷ എഴുതാൻ പറ്റും. പക്ഷേ മെയിൻസ് അങ്ങനെയല്ല. യഥാർത്ഥത്തിലുള്ള കോമ്പറ്റീഷൻ, ജോലി നേടാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് അത് ഈ മെയിൻസ് പരീക്ഷയാണ്. പക്ഷേ പ്രിലിംസിലിട്ട എഫേർട്ട് പലപ്പോഴും മെയിൻസിലേക്ക് ഇടാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും? മക്കളെ, സത്യം പറഞ്ഞാൽ മിനിമം 6 മണിക്കൂർ ഒരു ദിവസം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, ഞാൻ പറയുന്നത് അടിവരയിട്ട് കേട്ടോണം, ഒരു ദിവസം 6 മണിക്കൂർ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ട് മക്കളെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. കമ്പനി ബോർഡിൽ 2027 28 ജോലിയിലും നിങ്ങൾ പ്രവേശിക്കും. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ഈ 6 മണിക്കൂർ പഠിക്കുക എന്നുള്ളതാണ് ടാസ്ക്. പലർക്കും പറ്റാതെ പോകുന്നത് ഇതേ കാര്യം തന്നെയാണ്. പ്രിലിംസിന് ഒരു പക്ഷേ കുറേയൊക്കെ ഉഴപ്പിയാലും ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ കുറേ അധികം ആളുകൾക്ക് പറ്റും. കാരണം ഇംഗ്ലീഷിനും മലയാളത്തിലും മാത്സിനും കൂടെ 50 മാർക്ക് അവിടെ ഉണ്ട്. കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രം മതി. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ മക്കളെ, ഉഡായിപ്പ് പരിപാടികളൊന്നും നടക്കുകയില്ല. കൃത്യമായി എല്ലാ ദിവസവും ഈ സമയം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ കോമ്പറ്റീഷനുള്ളിൽ വരിക. അതായത് നിങ്ങൾ ട്രയാങ്കിളിനുള്ളിൽ വരിക. എന്താണ് ഈ ട്രയാങ്കിൾ? മക്കളെ, സൂപ്പർ നോട്ട്സ് എപ്പോഴും പറയുന്ന, കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയിൽ 150-ലധികം കുട്ടികളെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ച, കഴിഞ്ഞ RRB JEE പരീക്ഷയിൽ 55-ലധികം ആളുകളെ ജോലിയിൽ പ്രവേശിപ്പിച്ച, കഴിഞ്ഞ CPO പരീക്ഷയിൽ 2ാം റാങ്ക് ഉൾപ്പെടെ ഒരുപാട് റാങ്കുകൾ വാരിക്കൂട്ടിയ ആ സ്റ്റഡി സ്ട്രാറ്റജിയാണ് SRM ടെക്നിക്. ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് സ്റ്റഡിയാണ്. നോർമലി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, എല്ലാ ദിവസവും നിങ്ങൾ നോട്ട് വായിക്കുന്നു, ക്ലാസ് കാണുന്നു, ഇത് തന്നെയാണ് നോർമലി സ്റ്റഡി എന്ന് പറയാം. പക്ഷെ ഇതിനോടൊപ്പം എല്ലാ ദിവസവും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയാൽ, എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സാമുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ, അതായത് സ്റ്റഡി, റിവിഷൻ, മോക്ക് എക്സാം, ഈ 3 കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ സ്റ്റഡി ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് എത്തും, യഥാർത്ഥ കോമ്പറ്റീഷനിലേക്ക് എത്തും. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഈ 6 മണിക്കൂറിനെ കൃത്യമായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർ മെന്റർഷിപ്പ് സപ്പോർട്ട് വേണം. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും എല്ലാ ദിവസവും ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റിയെന്ന് വരില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇടയ്ക്ക് കയറി വരും. സാധാരണ ഒരു മനുഷ്യനാണ്, എന്നെപ്പോലെ നിങ്ങളെപ്പോലെയൊക്കെയുള്ള മനുഷ്യർ തന്നെയാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, റോബോട്ടുകളൊന്നും അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറേ പ്രശ്നങ്ങൾ കയറി വരും. ഈ പ്രശ്നങ്ങളെ ടാക്കിൾ ചെയ്യാൻ, ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് പിടിച്ച് മേപ്പോട്ട് കയറ്റാൻ ഇത് പറഞ്ഞു തരാനായിട്ട് ആളുകൾ വേണം. ഒന്നെങ്കിൽ ഈ എക്സാമുകളിലൂടെ കടന്നുപോയ, ഒരുപാട് എക്സാമുകൾ കണ്ട് തഴക്കവും പഴക്കവുമുള്ള, എക്സാമുകൾ ക്ലിയർ ചെയ്തിട്ടുള്ള ആ പരിചയ സമ്പത്തിലാണ് സൂപ്പർ നോട്ട്സ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളെ, നിങ്ങൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ രീതിയിലാണ് പോവേണ്ടത്. ആ പാത്ത് കാണിച്ചു കൊടുക്കാൻ സൂപ്പർ നോട്ട്സിലെ മെന്റേഴ്സിന് സാധിക്കും, അതിലൊരു സംശയവും വേണ്ട. മക്കൾ, ഈ ഗ്യാരണ്ടിയിലാണ് സൂപ്പർ നോട്ട്സ് ഡിഗ്രി ലെവൽ മെയിൻസിന്റെ പുതിയൊരു ബാച്ച് ഈ മാസം 8-ാം തീയതി ആരംഭിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഈ ബാച്ചിന്റെ പ്രത്യേകത? യഥാർത്ഥത്തിൽ പ്രിലിംസിൽ നിങ്ങൾ കുറേ ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഈ ടോപ്പിക്കുകൾ ഇനിയും റിവിഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിങ്ങൾക്കറിയാം, എനിക്ക് ഇന്ന ടോപ്പിക്കിൽ കൂടുതൽ മാർക്ക് കിട്ടി. ഇപ്പം മാത്സ് എടുത്തു, മാത്സിൽ എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെയും നിങ്ങൾ ഒന്നേന്ന് മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നല്ലതാണോ? ഒരിക്കലുമല്ല. ഇംഗ്ലീഷ് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് 17 18 ഒക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ വാങ്ങിച്ചു, വീണ്ടും നിങ്ങൾ ഇംഗ്ലീഷിന്റെ ഓരോ ക്ലാസ്സുകളും എടുത്ത് കാണാൻ നിന്നാൽ അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ഇംഗ്ലീഷിന്റെയും മാത്സിന്റെയും മലയാളത്തിന്റെയും ക്ലാസ്സുകൾ കൃത്യമായി ആദ്യം തന്നെ, അതായത് ബാച്ച് തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ അത് ആദ്യമേ ആഡ് ചെയ്ത് തരും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും
ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഏതാണോ അത് മാത്രം പിക്ക് ചെയ്ത് പഠിക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അല്ല ഇതെല്ലാം കൂടി സ്റ്റഡി പ്ലാനിൽ ഓരോ ദിവസമായിട്ട് തരാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ടോപ്പിക്സ് തീരത്തുമില്ല. ഒരു കാരണവശാലും നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാനും പോകുന്നില്ല. ഈ സ്ട്രാറ്റജി സൂപ്പർ നോട്ട്സിന്റെ ബാച്ചിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ GK ടോപ്പിക്സിലും അതേപോലെ നമ്മുടെ പുതിയ സ്പെഷ്യൽ ടോപ്പിക്സിലും ഒക്കെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് അധ്യാപകരുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇഷ്ടം പോലെ എക്സാമുകൾ ഉണ്ടായിരിക്കും. ഈ എക്സാമുകൾ നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യും, മുന്നോട്ട് വരും. നമ്മുടെ പ്രിലിംസിന്റെ ബാച്ചുകളിലെല്ലാം പരമാവധി എക്സാമുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പം പേടിയില്ലാതെ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റി, സമാധാനത്തോടെ പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജിയിൽ പഠിച്ചു പോകാനായിട്ട് നിങ്ങൾ റെഡിയാണ് എങ്കിൽ മക്കളെ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്തോ. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. എനിക്ക് ആരുടെ ഹെൽപ്പ് ആവശ്യമില്ല. പ്യുവർലി എനിക്ക് ഓരോ ദിവസവും ഇന്ന കാര്യങ്ങൾ പഠിച്ചു പോകാൻ പറ്റും. എനിക്ക് മെയിൻസും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പഠിച്ചാൽ മതി. വേറെ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട. പക്ഷേ ഒരു ഡൗട്ട് ഉണ്ട്, എനിക്ക് ഇങ്ങനെ പോയാൽ മതിയോ? പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുണ്ട്, പക്ഷേ മെയിൻസ് എനിക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എവിടെയാണ് മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോകുന്നതിൽ ലാക്ക് ചെയ്യുന്നത് എന്താണ്? അല്ലെങ്കിൽ ഏത് ഏരിയയാണ് ഞാൻ മിസ് ചെയ്യുന്നത്? ടൈം മാനേജ്മെൻ്റ് ആണോ? അല്ലെങ്കിൽ കൃത്യമായിട്ട് ടോപ്പിക്കുകൾ അലോക്കേറ്റ് ചെയ്യുന്നതിലാണോ? ടോപ്പിക്കുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുന്നതിലാണോ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിനെ ചൂസ് ചെയ്യാം. ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ക്ലാസ്സുകൾ, മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ മെൻറ്റർഷിപ്പ് വരുന്ന 2 ഫോർമാറ്റിലാണ്. അതായത് ഒന്ന്, തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം കൃത്യം 6 മണിക്ക് അമൽ സാറോ ഞാനോ ഒക്കെ മാറി നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് സെഷൻ എടുക്കും. ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്രശ്നത്തിൻ്റെ പരിഹാരം പറഞ്ഞു തരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ചില ദിവസം ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ അത് കൃത്യമായിട്ട് ടോപ്പിക്കുകൾ എങ്ങനെ കവർ ചെയ്യാം, ഒരു ദിവസം എങ്ങനെ പഠിക്കാം, കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ പഠിക്കാം, SRM ടെക്നിക്ക് എങ്ങനെ ഫോളോ ചെയ്യാം, പോമോഡോറോ ടെക്നിക്ക് എങ്ങനെ ഫോളോ ചെയ്യാം, ജാപ്പനീസ് ടെക്നിക്കുകളൊക്കെ ഉണ്ട്, റാങ്ക് അടിക്കാനുള്ള ഒരുപാട് ജാപ്പനീസ് ടെക്നിക്കുകളുണ്ട്. ഇതൊക്കെ പറഞ്ഞു തരുന്ന ആരും പറഞ്ഞു തരാത്ത, ചുമ്മാ ആരും പറഞ്ഞു തരാത്ത ആ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തരുന്ന മെൻറ്റർഷിപ്പ് സെഷൻസ് ഉണ്ട്. ഇത് കൂടാതെ ബാച്ച് മെൻറ്റർഷിപ്പ് ഉണ്ട്. നിങ്ങളുടെ ബാച്ചിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ബാച്ച് മെൻറ്റർഷിപ്പ് സെഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് സൂപ്പർ നോട്ട്സ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ രീതിയിൽ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി നിങ്ങൾ പ്രിലിംസ് മാത്രമല്ല മെയിൻസും ക്ലിയർ ചെയ്യാനായിട്ട് പോവാണ്. ധൈര്യമായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്തോ. ജൂൺ മാസം 8-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി വളരെ കുറച്ച് സീറ്റുകൾ കൂടി മാത്രമേ ഉള്ളൂ. ഈ ഒരു ബാച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതേപോലെ SBCID ഈ 3 പരീക്ഷകൾക്കും കൂടിയിട്ടുള്ള ഒരൊറ്റ ബാച്ചാണ്. ഓരോന്നിനും സെപ്പറേറ്റ് പൈസ കൊടുത്ത് കളയണ്ട. അപ്പോൾ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്തോ, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. ഒരു സംശയവും വേണ്ട. ഞാൻ ഈ പറഞ്ഞതുപോലെ പഠിച്ചു പോയാൽ ഇനി പ്രിലിംസ് മാത്രമല്ല മെയിൻസും നിങ്ങൾ ക്ലിയർ ചെയ്യും. സ്വന്തമായി നിങ്ങളെ വിശ്വസിക്കുക. സൂപ്പർ നോട്ട്സിനെ വിശ്വസിച്ചോ, ബാച്ചിൽ ജോയിൻ ചെയ്തോ. നമുക്ക് ക്ലാസ്സിൽ കാണാം.